വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ക്രേപ്പ് സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ക്രേപ്പ് സെറ്റാണ്, പക്ഷേ ഈ പാറ്റേൺ അല്ല, ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എപ്പോഴും ഞാൻ ഇടാറുള്ളത്. നല്ല കൂളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഫാബ്രിക്കാണ്. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക, www.glitzindia.com ആണ് സൈറ്റ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡ് മെൻഷൻ ചെയ്യുക. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളൂ. യൂട്യൂബിലെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോസ് എപ്പോഴും നോക്കുമ്പോൾ യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം കമൻറ്റ് ഉണ്ടായിരുന്നു, വീഡിയോ കണ്ടോടനെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതായത് നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും 5 വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. മോർണിംഗ് 6 o'clock തൊട്ടുണ്ട്. നമ്മൾ മോർണിംഗ് 6 പിന്നെ 11:30, 1:30, 5:30 ആൻഡ് 7:30 ആ ഒരു ടൈമിങ്ങിലാണ് നമ്മുടെ വീഡിയോസ് പോകുന്നത്. അപ്പോൾ ചില പ്രൊഡക്ട്സ് വീഡിയോസ് നമ്മൾ ഇത്രയും ആൾക്കാർ കാണുന്നതല്ലേ, നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒരുമിച്ചാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ട് സ്റ്റോക്ക് ഔട്ട് ആകുന്നതാണ്. പല പ്രൊഡക്ട്സും നല്ല പ്രൊഡക്ട്സ് വരുമ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഒത്തിരി ഭയങ്കരമായിട്ട് ബൾക്ക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ പ്രീ ബുക്കിങ്ങിനോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓരോ പ്രൊഡക്റ്റിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ അത്യാവശ്യം സ്റ്റോക്ക് വെച്ചിട്ട് തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത്. അല്ലാത്തതൊക്കെ നമ്മൾ യുണീക്ക് ഐറ്റംസും സിംഗിൾ പീസസും ഒക്കെ ഷോപ്പിലാണ് വെക്കുന്നത്. മൾട്ടിപ്പിൾ പീസസ് ഉള്ളത് മാത്രമാണ് നമ്മൾ സൈറ്റിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ യുണീക്ക് പീസസ് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ സൂപ്പർ നെറ്റിൻ്റെയും നമ്മൾ ജോർജറ്റൊക്കെ വരില്ലേ, അത് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുമാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ആ ഇടുന്ന ടൈമിൽ തന്നെ, അതായത് നമ്മുടെ ഞാൻ ഒരു ടൈമിംഗ് പറഞ്ഞില്ലേ, ആ ഒരു ടൈമിങ്ങിനുള്ളിൽ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ചില പ്രൊഡക്ട്സ് വേഗം സോൾഡ് ഔട്ട് ആകുന്നതാണ് കേട്ടോ. അല്ലാതെ എല്ലാ പ്രൊഡക്ട്സും നമ്മൾ വെക്കാതെ വെറുതെ വ്യൂസിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതല്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൊഡക്റ്റ് ഓരോന്നിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയത് തയ്ച്ചിട്ടാലും നല്ല ഇതുണ്ട്. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു വൈഡ് ഒരു സ്ക്വയറിനൊക്കെ ചെയ്തിട്ട് സിംപ്ലി തയ്ച്ചേക്കാം. സ്ലീവ്സിൽ ലൈനിങ് വെച്ചിട്ടില്ല. ബോഡി പോർഷനിൽ ഞാൻ കോട്ടൺ ലൈനിങ് നോർമലി ക്രേപ്പിനും യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ ലൂസ് ഫിറ്റിൽ വേണം എപ്പോഴും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു 1/2 ഇഞ്ച് ലൂസിൽ തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റാണ്. നോർമൽ വാഷാണ് ഞാൻ ചെയ്യുന്നത്, ഡ്രൈ വാഷ് ചെയ്താലും നല്ലതാണ്. 1695 ആണ് റേറ്റ് വരുന്നത്. ഫസ്റ്റ് വൺ ഇതുപോലെ നല്ല കളേഴ്സാണ്. ചൂടത്താണെങ്കിൽ പോലും ഇത് നല്ല സുഖമായിട്ട് ഇടാനായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. ഇതുപോലെ ദുപ്പട്ട പാത്തിക് പ്രിൻ്റാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് വൺ സൈഡ് നല്ല തെളിഞ്ഞിട്ടുള്ള പോക്കായിരിക്കും, ഇപ്പുറത്തേക്ക് ആ ഒരു പ്രിൻറ്റിങ്ങിൻ്റെയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ബോട്ടം വന്നേക്കുന്നത് ഇത് പ്രിൻറ്റഡ് ബോട്ടമാണ് ഇത്തവണ വന്നേക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് പെയർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ ബോട്ടം തന്നെ വേണമെങ്കിൽ ഈ ബോട്ടം തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ലൈനിങ് ഇട്ടിട്ട് ചെയ്താൽ കുറച്ചുകൂടെ കൂടുതൽ നല്ലതായിരിക്കും ബോട്ടത്തിന് കേട്ടോ. ഇങ്ങനെ ഫ്ലോയി അല്ലേ, അതുകൊണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ല പ്രിൻറ്റുകൾ, നല്ല കളർ കോമ്പിനേഷൻ. ഈ കോമ്പിനേഷൻ നോക്ക്, ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി. ഒരു ഗ്രീനും ബ്ലൂ എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ. ഞാൻ ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് തിരിച്ചുള്ളത്, അതായത് റെഡ്. ഇപ്പോൾ റെഡിൻ്റെ കൂടെ വന്ന ആ ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ഉള്ള കോമ്പിനേഷനിൽ അതാണ് മുകളിൽ വരുന്നത്. ഇതൊരു റെയർ കളർ, നമ്മളങ്ങനെ ചെയ്തിട്ടില്ലാത്തൊരു കളർ. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയാണ് കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. ബോട്ടം വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ ടോപ്പ് തയ്ക്കാം കേട്ടോ. സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവർക്ക് ഇതൊരു ടോപ്പ് തയ്ക്കാനുണ്ടാവും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് എന്തെങ്കിലും ഒരു ടോപ്പ് തയ്ച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ ബോട്ടം പെയർ ചെയ്യാം. അല്ല ഇത് തന്നെ ബോട്ടമായിട്ട് പെയർ ചെയ്യുന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഇരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ ബ്ലാക്ക്. നമ്മൾ ഫസ്റ്റ് കാണിച്ചതിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ച് വന്നിട്ടുള്ള കോമ്പിനേഷൻ. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസ് എല്ലാം 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതുപോലെ ഞാൻ ബോട്ടം ഇങ്ങനെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. നല്ല ഭംഗിയാണ്. ഇത് ദുപ്പട്ടയൊക്കെ നമുക്ക് ഇടാനായിട്ട് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഒരു ഫംഗ്ഷന് പോകണമെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ സെറ്റ്സാണ്. ബുക്കിങ്സ് സൈറ്റോ ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ.